ഹലോ യെല്ലോ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുന്നേ ഒരു സാരി ബോക്സ് ഫോൾഡിങ്ങിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബോക്സ് ഫോൾഡ് ചെയ്ത സാരി എങ്ങനെയാണ് നീറ്റായിട്ട് ഡ്രാപ്പ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാരി. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാരി ബോക്സ് ഫോൾഡ് ചെയ്യുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണാൻ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കേർട്ട് ഇടാം. അപ്പോൾ പ്രീ പ്ലീറ്റ് ചെയ്ത സാരി ഇതെങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റിൽ ടക്കിങ് ചെയ്യുന്ന പാർട്ട്, അതിന് ശേഷം ഇതാ കണ്ടിട്ട് നമ്മൾ സെൻറ്റർ പ്ലീറ്റ് എടുത്ത ഈ ഒരു പോർഷൻ വരുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് പ്ലീറ്റ് ചെസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലു പ്ലീറ്റും എടുത്ത് അയൺ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ആദ്യം ഈ ഒരു പോർഷൻ ടക്കിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചുറ്റി വരികയാണ് ചെയ്യുക. എന്നാലും നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്, ബോക്സ് ഫോൾഡ് എന്നല്ല, അല്ലെങ്കിൽ പ്രീ പ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സാരി ഉടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സെൻറ്റർ പ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സെൻറ്റർ പ്ലേറ്റ് നമ്മൾ സെൻറ്ററിൽ വെക്കുക. ടക്കിൻ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. അതിന് ശേഷം ഇതൊന്ന് ചുറ്റുക. അതായത് സെൻറ്റർ പ്ലേറ്റ് കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ചുറ്റി എടുത്തിട്ട് ആണ് ഇത് ടക്കിൻ ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടക്കിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സെൻറ്റർ പ്ലേറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരുന്ന ബാക്കിയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ടക്കിൻ ചെയ്തിട്ട് എടുക്കാം. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ടക്കിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൻറ്റർ പ്ലേറ്റ് ഉണ്ട് കേട്ടോ, അതും നീറ്റായിട്ട് ടക്കിൻ ചെയ്യുക. നമ്മൾ ഹീൽസൊക്കെ ഉള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് വേണം സാരി എടുക്കാൻ. അതൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, അങ്ങനെ പറഞ്ഞേരൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ പോർഷൻ ടക്കിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്ലേറ്റ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി സാരി എടുക്കൽ കംപ്ലീറ്റ് ആയിട്ട്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാം മെഷർമെൻ്റ് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് പ്ലേറ്റ് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. മാറ്റാം. ഇനിയാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് വെച്ചതാണ് എത്ര പ്ലേറ്റ് വേണമെന്നുള്ളത്. ഇത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചതാണ്, നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചെസ്റ്റ് പ്ലേറ്റ് നീറ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കറക്റ്റ് മെഷർമെൻറ്റ്സും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സെറ്റാവും. ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് ഇവിടെ ഒന്ന് പിൻ ചെയ്യാം. ഇത് പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് അഴിച്ചിട്ട് പിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്ക് കഴിക്കാതെ തന്നെ ഇങ്ങനെ ഉള്ളിൽ ചെയ്യാൻ കംഫർട്ടാണ്. ഇനി അങ്ങനെ കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കി വരുന്ന പോർഷൻ കൊണ്ട് നമ്മൾ സൈഡ് പ്ലേറ്റ് ഉണ്ടല്ലോ, ചെറുതായിട്ട് സൈഡ് പ്ലേറ്റ് എടുത്ത് കൊടുക്കാം. ടൈറ്റായിട്ട് ഇത് വലിച്ചെടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അവിടെ പിൻ ചെയ്യുമ്പോൾ മണമായിരിക്കും കേട്ടോ.
ഇവിടെ പിൻ ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ പ്ലേറ്റ് അഴിച്ച് തന്നെ പിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഇത് ഇവിടെയുള്ള പ്ലേറ്റ് നീറ്റായിട്ട് കിട്ടാൻ ഉള്ളത്. അപ്പോൾ സൈഡ് പ്ലേറ്റ് നീറ്റായിട്ട് എടുത്ത് ടൈറ്റായിട്ട് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്റർ പ്ലേറ്റ് നീറ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഫൈനൽ ടച്ച് എല്ലാ പ്ലീറ്റ്സും നീറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് അലൈൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് സാരി ഡ്രാപ്പിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നമുക്കൊരു 5 മിനിറ്റ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. കണ്ടില്ലേ, ചെസ്റ്റ് പ്ലേറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് ഓരോന്നിങ്ങനെ നമുക്ക് എടുത്ത് കാണത്തക്ക വിധത്തിൽ നമുക്ക് കിട്ടും. സെൻറ്റർ പ്ലേറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് സാരി ഡ്രാപ്പ് ചെയ്തിട്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രീ പ്ലീറ്റ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നീറ്റായിട്ട് സാരി ഡ്രാപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.